വെൽക്കം ടു CMR Learn Stuff. ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ബ്ലോക്ക് 1-ലെ 4th യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളിൽ ബ്ലോക്ക് 1-ൻ്റെ 4 യൂണിറ്റ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചാണ്. അതായത് സ്റ്റുഡൻസ് ലേൺ ലാംഗ്വേജ് ബൈ കംപ്ലീറ്റിംഗ് മീനിങ്ഫുൾ റിയൽ ലൈഫ് ടാസ്ക്. ഇപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഒരു യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവവുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിലൂടെ ലാംഗ്വേജ് പഠിക്കുന്നതാണ് ഈ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഭാഷ പഠിക്കുന്ന ഒരു രീതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരികയാണ്. അതായത് ഇപ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡയൊക്കെ സംസാരിക്കുന്ന കുറച്ച് ആളുകൾ ഒരു ഫോറസ്റ്റ് ഏരിയ, ഒരു കുന്നിൻ പ്രദേശത്ത് മൊബൈൽ സിഗ്നലൊന്നും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് എത്തിച്ചേരാത്ത ഒരു പ്രദേശത്ത് അകപ്പെട്ടു. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരികയാണ്, ഒരു വാട്സപ്പ് മെസ്സേജ് വരികയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ അവർക്ക് കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയാം. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അവരൊരു ബുദ്ധിമുട്ടിലാണ് എന്ന രീതിയിലൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്, അവരവിടെ നിന്ന് രക്ഷപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് നമുക്കറിയുന്ന ഭാഷയല്ല ഒരുപക്ഷെ അവർക്കറിയാം, നമ്മൾക്കറിയുന്ന ഭാഷയിൽ നിന്ന് കുറച്ച് അവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ടാസ്ക് എന്ന് വെക്കുക. അപ്പോൾ മാതൃഭാഷ അറിയാം, കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമേ അറിയുള്ളൂ അവർക്ക്. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് അവരെ അവിടുന്ന് പുറത്തെത്തിക്കുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫോറസ്റ്റ് ഗാർഡുമാർ നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ GPS ഉപകരണങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെ അവരുമായിട്ട് കണക്ട് ചെയ്യാം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുകയും തെറ്റുകളും ആശയക്കുഴപ്പങ്ങളും എല്ലാം മറികടന്നിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെ നിങ്ങളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം തന്നിട്ടുള്ളൊരു ടാസ്ക് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് ഭാഷ പഠിച്ചത്, അപ്പോൾ ആ ഒരു ടാസ്കിലൂടെ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്ന ആ ഒരു രീതി, അതിനെയാണ് നമ്മൾ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്തരം ടാസ്കുകൾ കിട്ടുന്ന സമയത്ത് ഇത് ഒരു ഗ്രൂപ്പായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ഒരു സ്റ്റുഡൻസിന് കൂടുതൽ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഭാഷയുമായിട്ട് കൂടുതൽ പരമാവധി അവർക്കൊരു സമ്പർക്കം നടക്കുകയും അതിലൂടെ അവർ ഭാഷ പഠിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനോട് എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ ഈ ടാസ്ക് തരുന്നത് തന്നെ എന്തിനാണ്, നമുക്ക് ആ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിളൊക്കെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ ടാസ്കുകളൊക്കെ തന്നിട്ട് നമുക്കതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടി നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതിനെയാണ് നമ്മൾ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് ഓർ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ TBLTയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ ഇൻവോൾവ്ഡ് ആവുകയും അതിൻ്റെ പ്രയോജനം അവർക്ക് തന്നെ കിട്ടും എന്നുള്ളൊരു അനുമാനത്തിലാണ് ഈ TBLT പ്രവർത്തിക്കുന്നത്. സോ ഇത് പഠിക്കുന്ന ആൾക്ക് കൂടുതൽ പ്രചോദനമാണ്, അവർക്ക് ഇടപഴകാനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ തന്നെ ലാംഗ്വേജ് പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു രീതിയാണ് TBLT എന്ന് പറയുന്നത്. സോ ഇതിന് ദിസ് അപ്രോച്ച് ഇൻക്ലൂഡ്സ് 3 മെയിൻ ഫേസസ്: പ്രീ ടാസ്ക്, ടാസ്ക് സൈക്കിൾ ആൻഡ് പോസ്റ്റ് ടാസ്ക്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, തെറ്റുകൾ വരാം. പ്രശ്നങ്ങൾ പരിഹരിക്കാനും ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാനും കഴിയും. അപ്പോൾ അത് ശ്രമിക്കും സ്റ്റുഡൻസ്, അതിലൂടെ അവർ പഠിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് TBLTയുടെ തിയറിറ്റിക്കൽ ബേസ് റോൾസ് ആൻഡ് ആക്ടിവിറ്റീസിനെ കുറിച്ചെന്ന് പറയുന്നത്. അതായത് ഈ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദ ലേണിംഗ് ബൈ ഡൂയിങ്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കിട്ടുന്നുണ്ട്. അതിലൂടെ അവർ കൂടുതൽ സ്റ്റുഡൻസ് ഇൻവോൾവ്ഡ് ആയി അവർ ലാംഗ്വേജ് പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പറയുന്നത് ഈ TBLTയിൽ ഒരു ടീച്ചറിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ മുന്നേ നമ്മൾ 3 ഫേസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ ടാസ്ക്, ടാസ്ക് പെർഫോമൻസ് ഫേസ് ആൻഡ് പോസ്റ്റ് ടാസ്ക്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, 3 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഒരു ടീച്ചറിൻ്റെ റോൾ ഉള്ളത്. അതായത് അധ്യാപകൻ്റെ പങ്ക് എന്ന് പറയുന്നത് പ്രീ ടാസ്ക് ഘട്ടത്തിൽ ആദ്യം നമ്മൾ ടാസ്ക് പരിചയപ്പെടുത്തുക. ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടാസ്ക് പെർഫോമൻസിൻ്റെ ആ ഫേസ് എത്തുന്ന സമയത്ത് സ്റ്റുഡൻസിനെ മോണിറ്റർ ചെയ്യുക, അവർക്ക് ആവശ്യമായ സഹായം നൽകുക, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി പോസ്റ്റ് ടാസ്ക് ഫേസിലെത്തുന്ന സമയത്ത് ഓരോ സ്റ്റുഡൻസും പിഴവുകൾ മിസ്റ്റേക്സുകൾ വരുത്തുമല്ലോ. അപ്പോൾ അത് പരസ്പരം അവർ മനസ്സിലാക്കുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ ശ്രദ്ധിക്കുക. അതെല്ലാം മനസ്സിലാക്കിയിട്ട് അത് അടുത്തൊരു രീതിയിലേക്ക് അവരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഒരു TBLTയിൽ ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇനി ലേണറിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങളിൽ അവർ ഇൻവോൾവ്ഡ് ആവണം. മറ്റുള്ള സ്റ്റുഡൻസുമായിട്ട് പരസ്പരം സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ഇവിടെ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിൻ്റെ റോളും സ്റ്റുഡൻസിൻ്റെ റോളും നമ്മൾ പറഞ്ഞു. ഇനി ക്ലാസ് റൂം ആക്ടിവിറ്റീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഗ്യാപ്പ് ആക്ടിവിറ്റീസിൻ്റെ ആയിരിക്കും, അവിടെ ഒപ്പീനിയൻ ഗ്യാപ്പ് ആക്ടിവിറ്റീസിൻ്റെ ആയിരിക്കും, അതുപോലെ റീസണിങ് ഗ്യാപ്പ് ആക്ടിവിറ്റീസ്. ഇതെന്താണ് ഇൻഫോർമേഷൻ ഗ്യാപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ഇങ്ങനൊരു ടാസ്കിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സഹപാഠികളിൽ നിന്ന്, കൂടെയുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ചോദിക്കുകയും അതുപോലെ ഓരോ കാര്യത്തിൻ്റെയും അർത്ഥങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്ന രീതി, ഇങ്ങനൊരു ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ് ഇൻഫോർമേഷൻ ഗ്യാപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഒപ്പീനിയൻ ഗ്യാപ്പ് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പോൾ ഒരു വായിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ചൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അതും ഇതുപോലെ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു വഴിയാണ്. മൂന്നാമത്തെ പറയുന്നത് റീസണിങ് ഗ്യാപ്പ് ആക്ടിവിറ്റീസ്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങളൊക്കെ നമ്മൾ കൈമാറുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്, അങ്ങനെ അതിലൂടെ നമ്മളൊരു ധാരണയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ 3 രീതിയിൽ 3 ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, 3 ടൈപ്പ് ഓഫ് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൂടെ നമുക്കിതിനെ കുറച്ചും കൂടി ഇതിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ മൂല്യനിർണ്ണയം നടക്കുന്നത് മോഡ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് വിച്ച് ഫോക്കസസ് ഓൺ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ആൻഡ് ഔട്ട്കം ഓഫ് ദ ടാസ്ക് റാദർ ദാൻ ചെക്കിംഗ് എവറി ലാംഗ്വേജ് എലിമെൻറ്റ് മെറ്റിക്കുലസ്ലി. അതായത് ടാസ്കിൻ്റെ വിജയകരമായിട്ടുള്ള ഒരു കംപ്ലീഷൻ, അതിനെയാണ് പ്രാധാന്യം. എല്ലാ ഭാഷാ ഘടകങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത് ചെയ്യുന്നില്ല. ഇവിടെ ടാസ്ക് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അസസ്മെൻറ്റ് നടക്കുന്നത്. സോ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് റിയൽ ലൈഫ് ഇൻസിഡൻസിലൂടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ടാസ്ക്കായിട്ട് കൊടുത്തിട്ട് അതിലൂടെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ് ആണ്. സോ ഇതിൻ്റെ കോൺസെപ്റ്റും മെയിൻ മെത്തേഡ്സിനെ കുറിച്ചും ആദ്യം പറയാം. ദി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് എമേർജ്ഡ് ഫ്രം ദി ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജി ഇൻ ദി mid-1970s. ഇവിടെ നമ്മൾ മുന്നേ ക്ലാസ്സിൽ ബിഹേവിയറിസം കോഗ്നിറ്റിവിസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഫോക്കസ്ഡ് ഓൺ എൻവയോൺമെൻറ്റ്. അതായത് ലാംഗ്വേജ് പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാബിറ്റാണ്, അത് ബിൽഡ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റിലൂടെയും പ്രാക്ടീസിലൂടെയാണെന്നാണ് നമ്മൾ ബിഹേവിയറിസം പഠിച്ചിട്ടുള്ളത്. കോഗ്നിറ്റിവിസം എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഓൺ തിങ്കിങ്. സോ ഇവിടെ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹ്യൂമാനിസം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഹ്യൂമാനിസം എംഫസൈസസ് ദ ഹോൾ പേഴ്സൺ ബൈ കൺസിഡറിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. അതായത് മുഴുവൻ വ്യക്തിയെയും സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള ആവശ്യത്തോടെ കാണുന്ന ഒരു സമീപനമാണ് ഹ്യൂമനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നത് ജസ്റ്റ് ഒരു എക്സാം എഴുതാനോ അങ്ങനെയല്ല, ലേൺ ലാംഗ്വേജ് ടു എക്സ്പ്രസ് യുവർ സെൽഫ്, ആ രീതിയിലാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹോൾ പേഴ്സൺ മീൻസ് അവിടെ ഒരു പേഴ്സൻ്റെ ഇമോഷൻസിനും ഫീലിങ്സിനും എല്ലാം ലാംഗ്വേജ് പഠിക്കുന്നത് പ്രാധാന്യമുണ്ട്. So it is based on the principle that learners are not objects but humans whose dignity, ideas, thoughts, needs and sentiments should be respected. അതായത് ഇവിടെ
ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാരെ ഭാഷ പഠിക്കുന്ന ഒരു വസ്തുക്കൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. മറിച്ച് അവരുടെ ആശയങ്ങൾ, അവരുടെ ചിന്തകൾ, ആവശ്യങ്ങൾ, ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാത്തിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ ആ ഒരു മനുഷ്യ പരിഗണനയിലാണ് നമ്മളവരെ ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടേംസിലാണ് ഹോളിസ്റ്റിക്, സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് എഫക്റ്റീവ് നീഡ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു അപ്രോച്ചുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ്. ദെൻ 4 മെയിൻ ഹ്യൂമനിസ്റ്റിക് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ടീച്ചിങ്. ആദ്യം പറയുന്നത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഇറ്റ് യൂസസ് എ നോൺ ത്രെറ്റനിങ് പ്രീ സ്പീക്കിംഗ് ഫേസ് ആൻഡ് മിമിക്സ് ഹൗ ഇൻഫാൻസ് ലേൺ ത്രൂ ഫിസിക്കൽ ആക്ഷൻ ടു റെഡ്യൂസ് സ്ട്രെസ്. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ ഭാഷ പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അവർ ശാരീരിക പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ അവരെന്താണോ കണ്ടതിലൂടെയും കേട്ടതിലൂടെയും ഒക്കെയാണ് ഒരു ഭാഷ പഠിക്കുന്നത്. ഇവിടെ സമ്മർദ്ദമില്ല. സമ്മർദ്ദം കുറയ്ക്കുകയും ഭാഷ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആരും ഒരു പരിധി വിട്ട് അതിൽ ഇൻവോൾവ്ഡ് ആവുന്നില്ല. പക്ഷേ കുട്ടികൾ വളരെ ഈസി ആയിട്ട് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് യൂസസ് എ നോൺ ത്രെറ്റനിങ് പ്രീ സ്പീക്കിംഗ് ഫേസ് എന്ന് പറയുന്നത്. And mimics how infants learn through physical action to reduce stress. Next one, Suggestopedia focuses on lowering affective barriers using positive suggestions to make learners more receptive. അതായത് പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്സുകളൊക്കെ വരാം. അപ്പോൾ നമ്മൾ ടെൻഷനാക്കാണ്ട് സ്റ്റുഡൻസിനെ ടെൻഷനാക്കാതെ പോസിറ്റീവായിട്ടുള്ള സജഷൻസ് കൊടുക്കുക. അതായത് ഇങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാനസിക സംഘർഷങ്ങൾ കുറയുകയും കൂടുതലായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ദെൻ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്, അതായത് വിച്ച് ഫോക്കസസ് ഓൺ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ആൻഡ് മേക്സ് ലേണേഴ്സ് ഫീൽ കംഫർട്ടബിൾ ആസ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ടു ഇൻക്രീസ് മോട്ടിവേഷൻ. ഇപ്പോൾ ആ ഗ്രൂപ്പിനകത്തുള്ള ഒരു അംഗമാണ് താനും എന്നുള്ള തോന്നൽ വരുത്തണം. അങ്ങനെ പഠനത്തിന് പ്രചോദനം വർദ്ധിപ്പിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിനകത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മറ്റുള്ളവർ അതിനെ കുറവായിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതെയാവും. അതല്ലാതെ ആ ഗ്രൂപ്പിൽ നമ്മൾക്കും കഴിയും എന്നുള്ളൊരു ആ ഒരു മെമ്പറാണ് ഞാനും എന്ന രീതിയിൽ നമ്മൾ എല്ലാവരുടെയും പോലെയാണ് നമ്മൾ എന്ന രീതിയിൽ നമ്മുടെ മാനസികാവസ്ഥയെ സെറ്റാക്കി വെക്കുകയും അതുവഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ആരാണോ നമ്മൾ ലീഡ് ചെയ്യുന്നത് അവരിൽ നിന്നും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ലഭിക്കുകയും നമ്മളെ ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് പഠനത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. മൂന്നാമത്തെയാണ് ദ സൈലൻറ്റ് വേ. ഡിപ്പെൻഡ്സ് ഓൺ മാക്സിമം ലേണർ പ്രൊഡക്ഷൻ ഓഫ് ലാംഗ്വേജ് വിത്ത് മിനിമം ടീച്ചർ ഇൻ്റർവെൻഷൻസ്. അതായത് ഇവിടെ അധ്യാപകർ വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും കുട്ടികൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും കുട്ടികൾക്ക് കൂടുതലായിട്ടും കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരത്തിലൂടെ പഠിക്കാൻ കഴിയും. ആ ഒരു രീതിയാണ് ദ സൈലൻറ്റ് വേ എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രൊനൗൺസിയേഷൻ ശരിയാക്കണം. അതുപോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നമ്മളത് പരിഹരിക്കുന്ന രീതിയിൽ കുറച്ച് ടാസ്കുകളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ ചാർട്ടുകളോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇനി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ റോൾ ഓഫ് ടീച്ചർ, ലേണർ, മെറ്റീരിയൽസ് ആൻഡ് അസസ്മെൻറ്റ് എന്തൊക്കെയാണ് ഈ ഒരു മെത്തേഡിൽ ഈ അപ്രോച്ചിൽ ടീച്ചറിൻ്റെ റോൾ എന്താണ്, ലേണറിൻ്റെ റോൾ എന്താണ്, ഏതെല്ലാം മെറ്റീരിയൽസാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും അസസ്മെൻറ്റ് വരുന്നത്, ഈ 4 പോയിൻറ്റ്സ് കൂടി പറഞ്ഞാലാണ് അത് കൺക്ലൂഷനിലേക്ക് എത്തുള്ളൂ. So in humanistic approaches, the teacher acts as a facilitator, counselor or silent guide rather than an instructor. അതായത് ഇവിടെ കൂടുതലും സ്റ്റുഡൻസിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ടീച്ചർ ജസ്റ്റ് വെറുതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് നിൽക്കുന്ന ഒരാളായാൽ മതി. രണ്ടാമത്തത് ദ ലേണർ പാർട്ടിസിപ്പേറ്റ്സ് ആക്റ്റീവ്ലി ഇൻ ആക്ടിവിറ്റീസ്. ഇപ്പോൾ റോൾ പ്ലേ ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ഇൻട്രാക്ഷൻ ആണെങ്കിലും എല്ലാത്തിലും ലേണേഴ്സ് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു കറക്റ്റ് ദെയർ ഓൺ എറേഴ്സ് ആൻഡ് റിയലൈസ് ദെയർ പൊട്ടൻഷ്യൽ. എന്നിട്ട് മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് എത്രമാത്രം ബാക്കിലാണ് ഫ്രണ്ടിലാണ് നമ്മൾ എത്ര ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള സ്വയം വിലയിരുത്തലിലൂടെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോയി അതിലൂടെ ലാംഗ്വേജ് പഠിക്കുന്ന രീതിയാണിത്. ഇനി ഇവിടെ മെറ്റീരിയൽസ്, ക്ലാസ് റൂം ആക്ടിവിറ്റീസും അതുപോലെ എന്തെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്യണം,
അപ്പോൾ TPR uses commands for action and role reversal. Suggestopedia uses music, reflective listening, large quantities of information. CLL uses a circle seating arrangements where students share feelings and emotions. The silent way uses colored dots and charts to focus on pronunciation and cooperative problem solving. അപ്പോൾ ഇവിടെ ഓരോന്നിനും ഓരോ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസും അതുപോലെ മെറ്റീരിയൽസിൻ്റെയും കാര്യം TPR യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ TPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, അതായത് കുട്ടികൾ കാര്യങ്ങൾ കണ്ടും കേട്ടും മാതൃഭാഷ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതേപോലെ ഇവിടെ ക്ലാസ് റൂമിൽ ആ രീതിയിൽ ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് അങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യും. അതുപോലെ സജസ്റ്റോപീഡിയ പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് യൂസസ് മ്യൂസിക്, റിഫ്ലക്റ്റീവ് ലിസണിങ്, ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് CLL എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പിലെ അംഗമാണെന്നുള്ള തോന്നൽ നമുക്ക് നൽകിയിട്ട് അതിലൂടെ പഠിക്കാനുള്ള ഒരു പ്രചോദനം തന്ന് നമ്മൾ ലാംഗ്വേജ് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എ സർക്കിൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേർ സ്റ്റുഡൻസ് ഷെയർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിനകത്ത് ഞാനും പങ്കാളിയാണ് എന്ന് തോന്നൽ എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം, ശരിയായ രീതിയിൽ നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ പറയണം. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസിന് അവരുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഇങ്ങനെ സർക്കിൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിലൂടെ കിട്ടുകയും അതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ലാംഗ്വേജ് ലേണിംഗ് അവിടെ സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്. സൈലൻറ്റ് വേ എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് കൂടുതൽ അവസരം നൽകുകയും ടീച്ചേഴ്സ് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ സൈലൻറ്റ് വേ യൂസസ് കളേർഡ് ഡോട്ട്സ് ആൻഡ് ചാർട്ട്സ് ടു ഫോക്കസ് ഓൺ പ്രൊനൗൺസിയേഷൻ ആൻഡ് കോപ്പറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഇവിടെയും ടീച്ചേഴ്സ് സൈലൻ്റ് ആയിട്ടിരിക്കുക, ആവശ്യമായ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലൂടെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡിലൂടെ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമനിസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.